അപ്പൊ നാളെ ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഈ വർഷം ലാസ്റ്റ് തന്നെ നല്ല കാര്യം വെച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. ഈ വർഷത്തെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കാര്യങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. തലേ ദിവസം വെച്ച കറി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വേഗം ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചു. പിന്നീട് മിന്നുവിനെയൊക്കെ കുളിപ്പിച്ച് അവളെ ഉറക്കി ഒരു 1-2 മണിക്കൂർ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വേഗം ക്ലീനിങ് നിന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും ഞാൻ ക്ലീൻ ചെയ്യാറില്ല. എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും. ഞാനിങ്ങനെ ഓരോ ഭാഗം സെക്ഷനാക്കിയിട്ട് ചെയ്തു വരുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ലിവിങ് ഏരിയ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ജനലിലെ കർട്ടനൊക്കെ പൊക്കി വെച്ചു, പൊടിയൊക്കെ തുടച്ച് തട്ടിക്കുടഞ്ഞ്. പിന്നെ ഫാനിൽ ഞാൻ ഈ ഒരു മറല കോലുകൊണ്ട് തന്നെയാണ് തട്ടി വിടാറ്. പിന്നെ തുടയ്ക്കാൻ എനിക്ക് പറ്റില്ല, ഹൈറ്റുള്ള കാരണം. ഈ ലാഡറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇൻഷാല്ല അതുപോലെ തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ അതാ കർട്ടൻ ഇത് ചെറുതായിട്ടൊന്ന് നമ്മുടെ തുണിയൊന്ന് നനച്ചെടുത്തിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. അതിങ്ങനെ റോൾ ചെയ്ത് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മുടെ മിന്നൂസ് ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതാ അവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ജനലിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ദൃഢപ്രയത്നത്താലെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത് പോലെ ഗ്ലാസ് ക്ലീനറിന്റെ ഒരു ബോട്ടിൽ വാങ്ങാറാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വൈപ്സ് ഇതുപോലെ ഇങ്ങനെ വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കും. ഇത് ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്നതല്ല, ഈ ജനലിന്റെ ഗ്ലാസ്സിന് തുടക്കാനായിട്ട് മാത്രം വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ പുറത്തോട്ട് വന്ന് ആ സൈഡിലെ ജനലും കാര്യങ്ങളും ഫ്രെയിമും ഗ്ലാസും ഇതുപോലെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ട് നമ്മൾ എല്ലാം വാരി വലിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എന്താ പറയുക, ഈ കാര്യങ്ങളും മുഴുവനായിട്ട് നടക്കാത്ത പോലെയാവും. പിന്നെ ഫുഡിന്റെ കാര്യമായാലും കുട്ടികളുള്ളവരാണെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ഡെയിലി ഓരോരോ ഭാഗം സെക്ഷൻ ആക്കിയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറുണ്ണാനായിട്ടിരുന്നു. കാരണം അതും ഇതിനിടയിൽ നടക്കണമല്ലോ. അപ്പം ചാന പപ്പടമൊക്കെ കഴിക്കുന്ന കണ്ടപ്പോൾ വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വീട്ടിലുള്ള ഡെയിലി ചെയ്യുന്ന കുറച്ച് ജോലികളും കാര്യങ്ങളും ഉണ്ട്. അതും നമുക്ക് പെൻഡിങ് വരാതെ നോക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം മടക്കി വെച്ചു. പിന്നെ ഇതാ നിന്നുവിൻ്റെ പാമ്പേഴ്സ് ഇതുപോലെ ഞാനിങ്ങനെ ഒരു 2 മാസത്തിനൊക്കെ ആയിട്ടുള്ള ഒരു ബണ്ടിൽ ഇതുപോലെ വാങ്ങുകട്ടോ ചെയ്യുന്നത്. ഞാൻ ജനിച്ച അന്ന് മുതലേ ഇവൾക്ക് പാമ്പേഴ്സ് തന്നെയാണ് യൂസ് ആക്കാറ്. വേറെ ബ്രാൻഡുകളുടെ പാമ്പേഴ്സ് ഒന്നും യൂസ് ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഷാനമിന്നും ബ്രെഡൊക്കെ തിന്നിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ 2 കട്ട്ലറ്റൊക്കെ ചൂടാക്കിയിട്ട് അതും കഴിച്ചു. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.